മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. ഇന്ന് ഹൈവേ അതോറിറ്റിയോടും അതോടൊപ്പം തന്നെ കോർപ്പറേഷനോടും വാട്ടർ അതോറിറ്റിയോടും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു ന്യൂസ് ലൈവ് നിങ്ങൾക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം അപകടം വന്നതിന് ശേഷം ആരെങ്കിലും മരണപ്പെട്ടതിന് ശേഷം ഉണരുന്ന സർക്കാരായി മാറാൻ പാടില്ല. എപ്പോഴും നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു തുറക്കഥയാണ്. അഥവാ ഏതെങ്കിലും ഒരു അപകടം വന്നാൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം സർക്കാർ അടിയന്തരമായി ഉണരുകയും പിന്നീട് തകൃതിയായി തന്നെ വർക്കുകൾ നടക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് പരുത്തിക്കുഴി ഹൈവേയിലെ ഇടറോഡിലെ സർവീസ് റോഡിലെ ഒരു കുഴിയെക്കുറിച്ച് ഒരു ഗർത്തത്തെക്കുറിച്ച് ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചയാണ്. ആരാണ് ഇത് ഉത്തരവാദി എന്നുള്ളതിന്റെ ചർച്ച നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ആരെങ്കിലും ഈ കുഴിയിൽ വീണ് മരണപ്പെട്ടു പോയാൽ, എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ ആ സമയത്ത് കോലാഹലങ്ങളുമായി രംഗത്ത് വന്നിട്ടും ഫലപ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. അഥവാ പരുത്തിക്കുഴി ഹൈവേയിലെ സർവീസ് റോഡിൽ നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പൈപ്പിൻ്റെ ഒരു കുഴി, അഥവാ സർവീസ് റോഡിലെ ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഒരു കുഴി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇത് ശരിയാക്കാനായി ഹൈവേ അതോറിറ്റി അത് കുഴിയെടുത്തു. കുഴി അതെടുത്തപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് പൈപ്പ് കണക്ഷൻ, അഥവാ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ പൊട്ടിക്കൊണ്ടുള്ള വെള്ളം പാഴാകുന്നു എന്നുള്ളതാണ് ഇവിടെ കിട്ടിയ റിപ്പോർട്ട്. അതനുസരിച്ച് തന്നെ വാട്ടർ അതോറിറ്റി പൈപ്പ് ശരിയാക്കിയാൽ മാത്രമേ ഈ ഗർത്തം അല്ലെങ്കിൽ കുഴി മൂടാൻ ഹൈവേ അതോറിറ്റിക്ക് അധികാരമുള്ളതാണ്. എന്നാൽ വാട്ടർ അതോറിറ്റി പറഞ്ഞില്ല, കോർപ്പറേഷൻ അനുവാദത്തോടു കൂടി വാട്ടർ അതോറിറ്റി അതിന് പണിയെടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാലും കുടിവെള്ളത്തിൻ്റെ പേരിൽ ഈ സിറ്റിയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളത്തിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടുകയും കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കുടിവെള്ളം പലർക്കും കിട്ടാക്കണിയാണ്. ആ സമയത്താണ് ഈ 2 ആഴ്ചയായി ശുദ്ധമായ ജലമിങ്ങനെ പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു ഘട്ടമായി മാറിയിരിക്കുന്ന ഈ സമയമാണ്. സ്കൂളുകളും മറ്റും തുറന്ന ഈ സമയത്ത് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന, സ്കൂൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്താണ് ഇതിന് വലിയൊരു ഗർത്തമുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ ബ്ലോക്കാണ് ഇവിടെ ഉള്ളത്. ഇതിനെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീണ്ടും ഒന്ന് ഗൗരവത്തോടു കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇത് ടെലികാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം. ഇവേ അഥവാ മെയിൻ റോഡാണ്. അവിടെ നിന്ന് പല റോഡുകളും വണ്ടികൾ പോകുന്നത് ഈ ചെറിയ സർവീസ് റോഡിലാണ്. ആ ഇത്രയും ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ വഴിയാണ് ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോകുന്നത്. ഒരേ സമയത്ത് 2-3 വാഹനങ്ങൾ പോകുകയാണെങ്കിൽ ബ്ലോക്കുകളാണ്. മാത്രമല്ല ഈ പള്ളിത്തിരിവ് ഭാഗത്ത് അല്ലെങ്കിൽ പരുത്തിവഴി ഭാഗത്ത് നിന്ന് ഇതുവഴി കയറി വരുന്ന പ്രേക്ഷകർ കാണാൻ സാധിക്കും. ഇതുവഴി കയറി വരുന്ന ആളുകൾക്ക് നേരെ വന്ന് കയറാൻ പറ്റാത്ത ഇതിനകത്തുള്ള ഊറ്റി ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ വെള്ളം ഊറ്റി വന്നത് കാരണത്താൽ ഈ ഭാഗത്തുള്ള മണ്ണുകൾ മുഴുവനും, ഈ പ്രദേശത്തുള്ള മണ്ണ് മുഴുവനും അകത്തുന്നത് ഊർന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അവിടെ ശുദ്ധമായ വെള്ളം ഈ 2 ആഴ്ച കൊണ്ട് ഇത്രമാത്രം വെള്ളം കെട്ടിക്കിടക്കാണ്. ഇതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം പൈപ്പ് കണക്ഷൻ പോയിട്ടുണ്ട്. ഈ പൈപ്പാണ് പൊട്ടിപ്പോയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇവിടുത്തെ റെസിഡൻസുകാരും അതോടൊപ്പം തന്നെ കൗൺസിലർ സലീം ഉൾപ്പെടെയുള്ള മറ്റ് പലരും അറിയിച്ചിട്ടും ഇപ്പോഴിത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതിന്റെ സംശയത്തിൽ ചർച്ചയിലാണ് ഇപ്പോൾ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന് രാത്രിയൊക്കെ പോയാൽ വീട്ടിൽ അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വീഴുന്ന സാഹചര്യം, ഇന്നലെയും ഒരു സ്ത്രീ ഇതിനകത്ത് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല ഈ വർഷത്തേക്ക് ഭക്ഷണത്തിനെയും അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ, കാരണം ചെറിയ 1 സെന്റ് 2 സെന്റ് മാത്രം സ്ഥലമുള്ളവർക്ക് അവർക്കുള്ള കാറും മറ്റും ഉണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്യുന്നത് ഈ സർവീസ് റോഡിലാണ്. വർക്ക്ഷോപ്പിലേക്കുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സർവീസ് സൈഡിലാണ്. പരിക്കച്ചവടം നടത്തുന്ന ആൾക്കാർ അവർക്കും വേറൊരു സൊല്യൂഷൻ ഇല്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അവർക്ക് സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് ഈ ഒരു 2 ഭാഗത്താണ്. അതിനിടയ്ക്കാണ് ഇതേപോലെ ഒരു ഗർത്തം വന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ വാട്ടർ അതോറിറ്റി ഇടപെട്ട് അവർ ഈ പൈപ്പിൻ്റെ കണക്ഷൻ, അഥവാ ഈ വെള്ളം നഷ്ടപ്പെടുന്നത് അതിന് ഒരു പരിഹാരം കണ്ടെത്തിയാൽ വാട്ടർ അതോറിറ്റി മൂടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ റെസിഡൻസുകാരും നമ്മളോടൊപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇതിനെ തുടർ നടപടി എന്നുള്ള കാര്യം. പരുത്തിയുടെ റെസിഡൻസിൻ്റെ ആളുകൾ അവർ നമ്മളോടൊപ്പം എങ്ങനെയാണ് ഇതിലേക്കാണ് റെസിഡൻസിൻ്റെ ആളുകൾ നിങ്ങളെ പലരെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴും അപകടം, കാരണം കുട്ടികളൊക്കെ സൈക്കിളിൽ പോകുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്, മാത്രമല്ല വെള്ളം പാഴായി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് റെസിഡൻസിൻ്റെ ആളുകൾ നിലയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇതിനെ പരാതിയുമായി നിങ്ങൾ ഇതിന് അധികാരികൾ കണ്ടിട്ടില്ല? നമ്മളിത് ഏതാണ്ട് 1 മാസത്തോളമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. മാത്രമല്ല ഈ പരിസരത്തുള്ള മിക്ക റോഡുകളും പണി നടക്കുന്ന കാരണം ഈ ഒരു വിഷയവും വന്നപ്പോൾ റോഡ് മൊത്തം ബ്ലോക്കാണ്. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ് റോഡാണ് സർവീസ് റോഡ്. ഇവിടെ നേരം വെളുത്തുനിന്ന് സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഓഫീസുകളുണ്ട്. ഇതിലെല്ലാം വാഹനങ്ങൾ കടന്നു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഈഞ്ചക്കൽ കോവളം ബൈപ്പാസ് റോഡാണ്. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതിന് കാരണം വാട്ടർ അതോറിറ്റിയുണ്ട്, അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റി. രണ്ടും കൂടെ വിചാരിച്ച് ആദ്യം വാട്ടർ അതോറിറ്റി ആ കണക്ഷൻ മൊത്തം അടയ്ക്കേണ്ടതുണ്ട്. കാരണം വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ ഈ പ്രദേശത്തു നിന്നും പൈപ്പ് കുടിവെള്ളം കിട്ടാത്ത വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഡെയിലി പാഴായിക്കൊണ്ടിരിക്കുന്ന വെള്ളം എത്ര ലിറ്ററാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. മണ്ണ് പിടിച്ചെടുക്കാൻ മനസ്സിലായില്ല. അപ്പോൾ ആ അവസ്ഥയിൽ ഇവർ രണ്ടുപേരുടെ ഈ തർക്കിച്ചുകൊണ്ടിരുന്ന വീണ്ടും പൊതുജനത്തിൻ്റെ
മുതൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണോ എന്നുള്ളതിനെ കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരം അർജൻറ്റായിട്ട് കാണേണ്ടതാണ്. നമ്മുടെ റെസിഡൻസിയുടെ ഭാഗത്തു നിന്നും പലരും നിരവധി ആളുകൾ വന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റെസിഡൻസിയാണ് മാത്രമല്ല, ഇത് റോഡാണ്, പൊതു റോഡാണ്, ഹൈവേ ആണ്. ഇതിൻ്റെ എല്ലാം പേരിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അധികാരികളെ കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈവേ അതോറിറ്റി അവിടെ നിന്ന് കിട്ടിയത് വാട്ടർ അതോറിറ്റി വിളിച്ചപ്പോൾ പറഞ്ഞ് ഹൈവേ അതോറിറ്റിയുടെ പണി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഹൈവേ അതോറിറ്റി വിളിച്ചപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ്. അവരുടെ പൈപ്പാണ് പൊട്ടിക്കിടക്കുന്നത്. ഞങ്ങളുടെ കുഴി വന്നത് തനിയാണ്. നമ്മൾ അവിടെ അടുത്ത സ്ഥലത്ത് കുഴി എടുത്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ്. പക്ഷെ അതിന് പരിഹാരം കാണണമെങ്കിൽ ആദ്യം വാട്ടർ അതോറിറ്റി അതിൻ്റെ പൈപ്പ് നന്നാക്കിയാൽ മാത്രമേ ഹൈവേ അതോറിറ്റിക്ക് വേറെ എന്തെങ്കിലും കുഴിമൂടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത് ഈ പരിസരവാസികളായ ഈ പ്രദേശവാസികളെ ഷോപ്പുകൾ നടത്തുന്ന ഉടമകൾ ഈ റോഡിൻ്റെ ഇരുഭാഗത്തും ഉപയോഗശൂന്യമായ കച്ചവട സാധനങ്ങളെന്ന് മാത്രമല്ല, ബൈക്കുകൾ പോലുള്ള ഏതാണ്ട് ഈ കാണുന്ന ബോർഡ് ഇതുപോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമ്മുടെ സെക്രട്ടറി വന്ന് പലപ്പോഴും ഇവരുടെയൊക്കെ പറഞ്ഞതാണ്, കത്തെഴുതി കൊടുത്തതാണ്. ഇതൊന്നും മാറ്റാനോ റോഡ് വൃത്തിയാക്കി സംരക്ഷിച്ച് നിർത്താനോ ഇവരും തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ഇരുഭാഗത്തും കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളതാണ്. നാട്ടുകാരും സർക്കാരും ഈ റോഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് 8 കിലോമീറ്റർ വരെ പോകുന്ന സിഗ്നലിലുള്ള ഇരുഭാഗത്തും മുഴുവൻ കച്ചവട സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ, ഉപയോഗിക്കുന്നതിനപ്പുറത്ത് ഉപയോഗശൂന്യമായ വാഹനങ്ങളും മറ്റുമൊക്കെ പാർക്ക് ചെയ്ത് റോഡിൻ്റെ ഇരുഭാഗത്തും സഞ്ചാരയോഗ്യമല്ലാക്കിക്കൊണ്ടിരിക്കും. അതിന് നിർബന്ധമായിട്ടും ഉടനടി ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് റെസിഡൻസിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാം. എന്താണ് ഇതിനെക്കുറിച്ച്? ശുദ്ധജലം പാകാകുന്നു. രണ്ടാമത് ഈ അപകടകരമായ അവസ്ഥയിലാണ്. കാരണം റോഡ് ഇനി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ എന്തെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റി തന്നെ ശരിയായ രീതിയിലെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഇങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാട്ടുകാർ വളരെ അമർഷത്തിലാണ്. പ്രത്യേകിച്ച് കച്ചവടക്കാരും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കൽ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് പല വാഹനങ്ങൾ ഈ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ഒരു 20 ദിവസമായി ഇത്രയും അനാസ്ഥ കൗൺസിലർ പലതവണ അധികാരികളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഈ അനാസ്ഥ വളരെ, കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. ഒരു ഗർത്തം രൂപപ്പെട്ട് ഏതാണ്ട് 20 ദിവസത്തിലധികമായിട്ടുണ്ടെങ്കിലും അതിന് നാളിതുവരെ ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. എത്രയും വേഗത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് പരിധിവീട് സൗത്ത് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പരിധിവീട് റെസിഡൻസ് സൗത്തിന് വേണ്ടി അവർക്ക് പറയാനുള്ളത്. കാരണം പരാതികൾ പലപ്പോഴും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗർത്തം രൂപപ്പെട്ടാൽ അതിൽ നിന്ന് പരിഹാരം കാണേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു നടപടി എടുക്കേണ്ടതാണ്. കാരണം ജനങ്ങളുടെ സേവനം ചെയ്യാനാണ് സർക്കാർ പറഞ്ഞത്. പരാതികൾ കണ്ടില്ല എങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. പക്ഷേ ഇത് പരാതികൾ പല പ്രാവശ്യം പോയപ്പോഴും അവിടെ സംവാദങ്ങൾ നടക്കുകയാണ്. ഇത് ആരുടെ ഉത്തരവാദിത്തത്തിലാണ് എങ്കിൽ ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകും. കാരണം വാട്ടർ അതോറിറ്റി അതിൽ ഇടപെടുന്നു, അതോടൊപ്പം തന്നെ ഹൈവേ അതോറിറ്റി ഇടപെടുന്നു. എന്തെങ്കിലും തർക്കം കാരണത്താൽ ഇവിടെ നഷ്ടപ്പെടുന്നത് ജീവനാണ്, അല്ലെങ്കിൽ അപകടമാണ്. ഈ പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിൽ ഈ ഹൈവേ ഫ്ലൈ ഓവർ കാരണത്താൽ പല വാഹനങ്ങളും പോകുന്നതൊക്കെ വലിയ വാഹനങ്ങൾ തന്നെ പോകുന്നത് ഈ ഇടറൊഴിയാണ്. അതിനിടയ്ക്കാണ് സ്ത്രീകളുടെ ഈ പറഞ്ഞതുപോലെ വീഴാൻ പോയ കുട്ടികളുടെ അവസ്ഥ. ഈ പറഞ്ഞതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വാഹനങ്ങളും അതോടൊപ്പം തന്നെ പഴയ തടിക്കട ഈ ബൈക്കുകൾ നടക്കുന്ന പല കാര്യങ്ങളും. കാരണം ഈ ഒരു സർവീസ് റോഡ് എപ്പോഴും ബ്ലോക്കാണ്. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലാണ് പോകുന്നത്. അതിനിടയ്ക്ക് അവർ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് കുട്ടികൾ എത്തിക്കുക, അല്ലെങ്കിൽ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ ഫിനാൻസ് ബോർഡ്, അല്ലെങ്കിൽ അന്നത്തെ വേതനം നഷ്ടപ്പെടുന്ന കാരണം പലവരും മരണപ്പാച്ചിലാണ്. ഇതിനിടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ വീണ് പോയാൽ പിന്നീട് നമുക്ക് ഒരിക്കലും. അതുകൊണ്ട് തന്നെ പ്രേക്ഷക പ്രണാളി ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വെള്ളം ഇങ്ങനെ ഒഴിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വരുന്ന വെള്ളം കംപ്ലീറ്റ് വെള്ളം, കാരണം ഇതൊരു മണൽ പ്രദേശമായതുകൊണ്ട്, കടൽ പ്രദേശമായതുകൊണ്ട് വെള്ളം താഴേക്ക് പോകുന്നത്. എന്നിട്ട് വെള്ളം ഇത്രമാത്രം കെട്ടിക്കിടക്കുന്നുവെങ്കിൽ, ഈ മണ്ണം കിഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്രമാത്രം വെള്ളമാണ്, പൊതുമുതലാണ് നഷ്ടമാകുന്നത് എന്ന് മാത്രം ചിന്തിക്കണം. അതോടൊപ്പം തന്നെ സർക്കാർ പറയണം. കാരണം ഈ അടിഭാഗത്തുനിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അടിഭാഗത്തൊക്കെ മണ്ണ് വെള്ളം കൊണ്ട് അകത്തോട്ട് പോകാൻ ഏത് സമയത്ത് താഴേക്ക് അടിക്കുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ സർക്കാരും ഒരുമിച്ച് തന്നെ ഇതൊരു പരിഹാരം കാണും. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ ഉടനും അത് ശക്തമായി ഇതിനെ ബ്ലോക്ക് ചെയ്യും എന്നൊരു അവസ്ഥകളിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടർന്ന് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാണെന്നാണ് പരാതികൾ അനുസരിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ പറഞ്ഞ നേരത്തെ പരാതി പറഞ്ഞതുപോലെ തന്നെ ഇരു ഭാഗത്തുനിന്നുള്ള കച്ചവട സാധനങ്ങളും വാഹനം പാർക്ക് ചെയ്തപ്പോൾ ഒഴിവാക്കണം, 7 ദിവസം ഒഴിവാക്കണം എന്ന് പേപ്പറുകൾ കൊടുത്തിരുന്നു. പക്ഷേ അവർക്ക് നിത്യോപയോഗത്തിന്, നിത്യജീവിതത്തിൽ അവരുടെ ഉപജീവനം ഈ പറഞ്ഞ പോലെ പഴയ തരിക്കച്ചവടം എന്നതാണ്.
പക്ഷെ അവർക്ക് എപ്പോഴും വെക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാലും സ്വയം അവർ എല്ലാവരും തയ്യാറായി മാത്രമേ സർക്കാരിനോടൊപ്പം നമുക്ക് നമ്മുടെ നാടിനെ സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മലയാളം പറയാൻ. അതുകൊണ്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാലും പുതിയ ദിവസമായി കാണുന്നത് തൽക്കാലം സംസാരിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉള്ളത് ഏതാണ്ട് ഒരു മാസത്തോളം മണ്ണ് വെട്ടി കുഴിച്ചിട്ട് ഇവിടെ നന്നാക്കാൻ എടുക്കാൻ ആരും ചോദിക്കാനും പറയാനില്ലെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴി തന്നെ ആൾക്കാർ. കാരണം വേറെ ഇത് സംരക്ഷണ ഭിത്തിയൊന്നുമില്ല. ഇല്ല, ഇത് താക്കാലമായിട്ട് അവര് കണ്ടന്റ് എല്ലാം നിറഞ്ഞു പോയതിന്റെ എല്ലാം കുഴിച്ച് ഇട്ടിട്ട് അവർ പോയിരിക്കേ അവരെ പണി നോക്കി. അല്ല, അതാണ് ഇപ്പോൾ സർക്കാർ ഇവർ തമ്മിലുള്ള ഒരു സംവാദത്തിലേക്ക് അവസാനിച്ചില്ലല്ലോ. വാട്ടർ അതോറിറ്റിയുടെ അല്ലെന്ന് അവരും ഇല്ല ആണെന്ന് ഇവരും പറയുന്നോണ്ടിരിക്കും. ആരായിരുന്നാലും ഇത് റോഡല്ലേ, ഇപ്പൊ മനുഷ്യന് നടക്കട്ടെ. അവിടെയാണെങ്കിൽ അത് അങ്ങനെ അത്ര മണി അവിടെ നടക്കുന്നു. അപ്പൊ ഈ റോഡില് മനുഷ്യന് പോകാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ തട്ടും, ആ കണ്ടീഷനാണ്. അപകടം ഉണ്ടാവും. ഓക്കെ, അതാണിത്. അപ്പൊ കഴിയുന്ന എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ടിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് ഞങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. ഇത് ബ്ലോക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി സർക്കാർ ഒന്ന് ഇടപെടണം എന്നാണ് മനോജ് ലാലൂസിനും ഈ ഒരു അടിയന്തരമായ ഒരു ആവശ്യമായി പറയാനുള്ളത്. മലയാള ജനത. ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക.